1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ഇങ്ങനെ റോഡിൽ കിടക്കണം. ഭയങ്കര വെയിലല്ലേ? നേരം കൊണ്ട് കിടക്കുന്നവനെ ഒരുപാട് സമയം കൊണ്ട് കിടക്കുക. എറണാകുളത്ത് പോലില്ല ഇതേപോലത്തെ ബ്ലോക്ക്. ഈ ചൂടത്ത് നമ്മൾ ഇവിടെ കിടന്ന് വണ്ടിയിലും ചൂട് പുറത്തും ചൂട്. ബൈപ്പാസിൽ ചാക്കയ്ക്കും ലുലു മോളിനും ഇടയിലെ റോഡാണ്. കാരോട് കഴക്കൂട്ടം ബൈപ്പാസിലൂടെ യാത്ര ചെയ്ത് പെട്ടെന്ന് എത്താമെന്ന് ആരും കരുതണ്ട. കാരണം ലോഡ്സ് ജംഗ്ഷനിൽ, അതായത് ഈ ആശുപത്രിയുടെ മുന്നിലുള്ള റോഡ്, അത് അത്യാസന്ന നിലയിലാണ്. ക്ലച്ചെല്ലാം പോയി, ക്ലച്ച് ചവിട്ടി 3 ദിവസം കൊണ്ട് അനുഭവിക്കണം ഇപ്പം ദുരിതം. പരാതി പറഞ്ഞിട്ട് എന്തിനാ പിറകെ പോലീസ് പെറ്റിയും കൊണ്ടുവരും. നഗരത്തിൽ നിന്ന് മുട്ടത്തറ സീവേജ് പ്ലാന്റിലേക്ക് കൂറ്റൻ പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായി കുഴിച്ചപ്പോഴാണ് റോഡ് ഇടിഞ്ഞതാണ്. രോഗികളായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒന്ന് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. പാവപ്പെട്ട ജനങ്ങളെ ബുദ്ധിമുട്ട്. ഇപ്പം തന്നെ ഒരു ആംബുലൻസ് പോയി വേണ്ട. ഇരുവശങ്ങളിലും പണി തുടങ്ങിയത് കാരണം റോഡിന്റെ ഒരു വശം താഴ്ന്നു. ഈ കുഴിക്ക് ചുറ്റും പോലീസുകാർ നിലവിൽ ജാഗ്രതയോടെ നിൽപ്പുണ്ട്. ഇവർ പോയി കഴിഞ്ഞാൽ ഈ കുഴിക്ക് ചുറ്റും പിന്നീട് ബാരിക്കേഡും ടേപ്പും മാത്രം, അതിന്റെ ബലം മാത്രമാണ് ഉണ്ടാകുക. അപകടമുണ്ടാകാനുള്ള സാധ്യത അത് വളരെ വലുതാണ്. ഞാൻ ഒരു ആശുപത്രി പോകുക. ഒരുപാട് നേരം ലേറ്റായി. ഇപ്പൊ തിരിച്ചു പോകുന്നതാണ് ഇതിനെക്കൂടെ നല്ലത്. മുന്നറിയിപ്പില്ലാതെ ജല അതോറിറ്റിയും ദേശീയപാത അതോറിറ്റിയും പണി തുടങ്ങിയതിൽ ജനങ്ങൾക്ക് രോഷമുണ്ട്. എയർപോർട്ടിൽ പോകാനുള്ളതാ. എന്തോ ചെയ്യാനെന്ന് ലേറ്റായി. ഇപ്പം എന്താ നമ്മൾ അറിയുന്നൊരു ഒരു മുന്നറിയിപ്പും ഇല്ല. നമുക്ക് ഇത്രയും ബ്ലോക്കായി കിടക്കാണ്. നഷ്ടം സംഭവിച്ചാലും അവർക്ക് എന്താണ് ഉത്തരവാദിത്വം? മാസത്തിൽ റോഡെല്ലാം ശരിയാകും എന്ന് പറഞ്ഞതല്ലേ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നോക്കുന്നത്. അവര് ഒരു കാര്യമായിട്ട് നോക്കണം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ഥിരമായിട്ട് ഈ റോഡ് ഇടിഞ്ഞ് വീഴുന്നത്. സജികുമാറിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.